നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ RV ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ടാങ്കറിൽ നിന്നും ആസിഡ് ചോർന്നു. കുന്നിക്കോടാണ് സംഭവം. വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്ന സമയത്താണ് ആസിഡ് ചോർന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത്. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മലയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ RV ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ RV ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആവേശത്തോടെയാണ് സദസ് എതിരേറ്റത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഘടകകക്ഷികൾ ഉൾപ്പെടെ UDF-ലെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ്, RSP, CMP, കേരള കോൺഗ്രസ്, ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി MP, പ്രിയങ്ക ഗാന്ധി MP, കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങി ദേശീയ നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്.
ടാങ്കറിൽ നിന്നും ആസിഡ് ചോർന്നു. കുന്നിക്കോടാണ് സംഭവം. വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്ന സമയത്താണ് ആസിഡ് ചോർന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത്. കുന്നിക്കോടാണ് ടാങ്കറിൽ നിന്നും ആസിഡ് ചോർച്ചയുണ്ടായത്. പുലർച്ചെ 4 മണിയോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ടാങ്കറിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നത്. വാഹനം നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ ഉറക്കത്തിലായിരുന്നു. ഈ സമയത്താണ് ആസിഡ് ചോർന്നത്. സംഭവ സ്ഥലത്തു നിന്നും ഉയർന്ന തോതിൽ ആസിഡ് ചോരുകയായിരുന്നു. പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കുന്നിക്കോട് പോലീസും പത്തനാപുരം അഗ്നിരക്ഷാസേനയുടെയും വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സമയോചിതമായ ഇടപെടലിലാണ് അപകടം ഒഴിവായത്. ഇന്ന് നമ്മുടെ ഈ കുടുംബാരോഗ്യത്തിന്റെ മുൻപിലായിട്ട് നമുക്ക് ഇന്നൊരു വലിയൊരു സംഭവം ഉണ്ടായി. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് വന്ന ഒരു ടാങ്കർ ലോറി ഇവിടെ നിർത്തിയിട്ട് ഡ്രൈവർ വിശ്രമിക്കുന്ന സമയം ആ ടാങ്കറിൽ നിന്നും പുക ഉയരുകയും അത് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ട് അത് മനസ്സിലാക്കി അങ്ങനെ പെട്ടെന്ന് അത് നോക്കിയപ്പോൾ ആസിഡ് ലീക്ക് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അത് KMML പോയ വണ്ടിയാണ്. അവിടുന്ന് ആൾക്കാർ ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം എത്തുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ടാങ്കറിലേക്ക് ആസിഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു പ്രശ്നമാണ് ഇവിടെ ഒഴിവായത്. അതിന് വേണ്ടുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ടാങ്കറിലേക്ക് ആസിഡ് മാറ്റി. അങ്ങനെയാണ് അപകടം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കത്തി നശിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട് കലിങ് ജംഗ്ഷന് സമീപമാണ് അപകടം. അഗസ്ത്യക്കോട് സ്വദേശിയുടെ കാറാണ് കത്തി നശിച്ചത്. അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട് കലങ്ങ് ജംഗ്ഷന് സമീപമാണ് പാർക്ക് ചെയ്തിരുന്ന കാർ കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 സംഭവം. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് പുനലൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റാണ് തീ അണച്ചത്. അഞ്ചൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വന്നപ്പോൾ വണ്ടി ഒന്ന് കത്തുന്ന കണ്ടു. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്ന് അണച്ച്. അപ്പോൾ അണച്ചപ്പോൾ വരാൻ സ്ഥലം താമസിച്ച് പോയി അവർ വന്നായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ ഉള്ളതാണ്. കാറിന് ആഴ്ചതിനപ്പുറത്താണ് വണ്ടി ഇവിടെ വന്ന് പിന്നെ അവിടെ ആളുടെ വണ്ടിയാണ്. പുള്ളി ഇവിടെ വന്ന് ചായ കുടിക്കാൻ പോയടിക്കാണ്. വണ്ടിയിൽ എന്താ എണ്ണ ലീക്കാന്നും പറഞ്ഞാണ് വന്നേക്കുന്നത്. വന്നിട്ട് പുള്ളി ചായ കുടിക്കാൻ പോയിട്ട് വണ്ടി കത്തുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെ നാട്ടുകാരെല്ലാം കൂടെ വിളിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചാണ് ഇത് അടച്ചത്. അഗസ്ത്യക്കോട് സ്വദേശിയുടെ കാറാണ് കത്തി നശിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KP ഗോപാലൻ സ്മാരക ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമോത്സവം, സാംസ്കാരിക സമ്മേളനം, പ്രതിഭാ പുരസ്കാര സമർപ്പണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന KP ഗോപാലന്റെ സ്മരണാർത്ഥം ചാത്തന്നൂർ ഉളിയനാടാണ് ഗ്രന്ഥശാല മന്ദിരം സ്ഥാപിച്ചത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന KP ഗോപാലന്റെ സ്മരണാർത്ഥമാണ് ചാത്തന്നൂർ ഉളിയനാട് KP ഗോപാലൻ സ്മാരക ഗ്രന്ഥശാല മന്ദിരം സ്ഥാപിച്ചത്. ഗ്രാമോത്സവം, സാംസ്കാരിക സമ്മേളനം, പ്രതിഭാ പുരസ്കാര സമർപ്പണം എന്നിവയോടെയാണ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നടത്തിയത്. നവീകരിച്ച മന്ദിരവും വായനാ സംസ്കാരവും 2020 പ്രവർത്തനം ആരംഭിച്ച ഗ്രന്ഥശാല ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ചാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. വൈവിധ്യമാർന്ന പുസ്തക ശേഖരം, റഫറൻസ് ലൈബ്രറി, കുട്ടികൾക്കായുള്ള പ്രത്യേക ബാലവേദി എന്നിവ ഉൾപ്പെടെ ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും പുതിയ മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി VK മധു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നല്ല നാടിനെ നടുമുറ്റത്ത് കൊത്തിച്ചു വെച്ച ഐശ്വര്യപൂർണമായ നിലവിളക്ക് പോലെ ഈ നാടിനാകെ വരുംകാലത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതറുന്ന അക്ഷര കേന്ദ്രമായി ഗ്രന്ഥശാല ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുക. ഒരു നാട്ടിൻപുറത്തൊരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ഒരു പ്രതിഷ്ഠയാണ്, ഒരു ആരാധനാലയമാണ്, ഒരു വിശ്വാസ കേന്ദ്രമാണ്, ഒരു വിജ്ഞാന കേന്ദ്രമാണ്. ആ ഓരോ പ്രതിഷ്ഠയിലൂടെയും നാടിന്റെ ഹൃദയത്തിൽ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന ഓരോ പ്രതിഷ്ഠയിലൂടെയും ഒരു സന്ദേശമാണ്, അറിവിന്റെ ഒരു നിലാമഴയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രതിഷ്ഠകൾ നടത്തി. കേരളത്തിന് പുറത്തുനിന്ന് അദ്ദേഹം തൃശ്ശൂരിനടുത്ത് കാരമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം നടത്തിയൊരു പ്രതിഷ്ഠ, ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം നിറഞ്ഞു കത്തുന്ന ഒരു നിലവിളക്ക് കത്തിച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വാചകം എഴുതി, തമസോ മാ ജ്യോതിർഗമയ, തമസോ ഇരുളിൽ നിന്നും മാ എന്നെ ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് നയിച്ചാൽ.
സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കവിയും അധ്യാപകനുമായ ഡോക്ടർ തോട്ടം ഭുവനചന്ദ്രൻ നായർ നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു. KP ഗോപാലൻ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുശീല ദേവി റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ ദിലീപ് ബാലവേദി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ശശികലാവതി നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം BS ശ്രീലേഖ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രദീപ് കുമാർ പാരിപ്പള്ളി എന്നിവർ ചേർന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് കൃഷ്ണൻ, ഗ്രന്ഥശാല സെക്രട്ടറി TR ദീപു, ജോയിന്റ് സെക്രട്ടറി R അനിൽകുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മലയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. ആളപായമില്ല. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിലായിരുന്നു സംഭവം. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാട് പിടിച്ചു കിടക്കുന്ന ഭാഗത്തു നിന്ന മരമാണ് ദേശീയപാതയിലേക്ക് ഒടിഞ്ഞു വീണത്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കാത്ത് കഴിയുന്ന വെയിറ്റിംഗ് ഷെഡിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. നമുക്ക് ഈ മരങ്ങളെല്ലാം നമുക്ക് ഭയങ്കര ഭയകരമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ മരം തന്നെ ആ ചുവന്ന പൂടിച്ചിരിക്കുന്ന മരം സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടു. ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ഫോട്ടോ എടുത്ത് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പൊട്ടി നിലത്ത് വീണു. അടുത്ത മരവും കൂടെ ചേർന്ന് പൊട്ടി നിലത്തേക്ക് വീണു. അവിടെ ഒരു ടൂറിസ്റ്റ് വണ്ടി ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലേക്കാണ് മറിഞ്ഞത്. ലൈനും നമ്മുടെ വെയിറ്റിംഗ് ഷെഡും ഉള്ളത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അതിൽ തട്ടി നിന്നതുകൊണ്ടാണ് വണ്ടിയുടെ മേളിൽ നിന്ന ആളുകളെല്ലാം നമ്മൾ സുരക്ഷിതമായി ഇറക്കി സൈഡിലേക്ക് മാറ്റിയത്. ഭയങ്കര പേടിയാ. ഇപ്പം തന്നെ ഈ വലിയ മരം ഈ പുളിവാഹ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഭയമായിട്ട് നിൽക്കുക. നമുക്കത് മുറിച്ച് മാറ്റണമെന്ന് നമ്മള് പലവട്ടവും ആവശ്യപ്പെട്ടിട്ടുള്ളതാ. അപ്പം അത് എത്രയും പെട്ടെന്ന് അത് ഈ അപകടകരമായിട്ടുള്ള ഭാഗങ്ങളെങ്കിലും മുറിച്ച് മാറ്റി തരണം. ഇതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനത്തിന് മുകളിലേക്കും മരം വീണു. തെന്മല ഭാഗത്തു നിന്നും ഹരിപ്പാട്ടേക്ക് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കാണ് മരം വീണത്. 17 യാത്രക്കാരുൾപ്പെടെ 18 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ആരും ഇറങ്ങി ഓടരുതെന്ന് ഡ്രൈവർ പറഞ്ഞതിനെ തുടർന്നാണ് യാത്രക്കാർ വാഹനത്തിനകത്തു തന്നെ ഇരുന്നതിനാൽ അപകടം ഒഴിവായി. നമ്മള് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് വരുമായിരുന്നു. 10-17 പേരേ ഉള്ളു. ഇവിടെ എത്തിയപ്പോ ഈ ലൈൻ കമ്പിയൊക്കെ ഷോർട്ട് ആവുന്ന സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ പെറുക്കി ഒന്ന് ചവിട്ടി കൊടുത്തതിന് ഈ മരം ചില്ല ഇനി പൊടിഞ്ഞു വീഴുമായിരുന്നു. ഒറ്റയടിക്ക് ഇനി വീഴുമായിരുന്നു. വെയിറ്റിംഗ് ഷെഡ് ഈ വീണത് പിന്നെ ഞാൻ കാണുന്നത്. നമ്മുടെ ചില്ലയെല്ലാം പെട്ടെന്ന് തന്നെയല്ലേ. ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡ് ഇവിടെ ആയിരുന്നു. ലൈനൊക്കെ ഷോർട്ട് ആവുന്ന ഞാൻ പറഞ്ഞ ആളെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ബാക്കിയാർക്കൊന്നും കുഴപ്പമില്ല. അതെ, മെയിൻ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ആ സൈഡ് ഞങ്ങളെ ഹരിപ്പാടിന്ന് തെന്മല വന്നിട്ട് കൊല്ലത്തോട്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്യാനും ഉണ്ടായിരുന്നു. ടൂറായിരുന്നു. രാവിലെ പോയിട്ട് തിരിച്ച് കൊല്ലത്തെ ആളെ ഇറക്കിയിട്ട് ഞങ്ങൾ ഹരിപ്പാട് തിരിച്ചു പോകാം. 17 19 സീറ്റുണ്ട്. അത് തന്നെ ആൾക്കാർക്കാർക്കും പരിക്കില്ലാത്ത തന്നെ വലിയ വണ്ടി നമുക്ക് എങ്ങനെയും നിർത്തിയെടുക്കാം. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ചീരങ്കാവ് ജംഗ്ഷനിൽ നിന്നും പോലീസ് എത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ടു. കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. കരുനാഗപ്പള്ളി കുലശേഖരപുരം 23-ാം വാർഡിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കരുനാഗപ്പള്ളി കുലശേഖരപുരം 23-ാം വാർഡിലാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ടവർ വരുന്നതിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ആലപ്പാട് പഞ്ചായത്തിൽ ടവർ സ്ഥാപിക്കാനാണ് കമ്പനി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് കുലശേഖരപുരം കെട്ടിടത്തിൽ കടവിലേക്ക് മാറ്റുകയായിരുന്നു. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാനും വാർഡംഗവുമായ R കരൺരാജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, എല്ലാം സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോ ഇങ്ങനെ ഒരു ടവർ വരുമ്പോ അതിന്റെ ശാസ്ത്രീയ വശങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം
ഈ പ്രദേശവാസികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ടവർ വരുന്ന പ്രദേശത്തെ വീട്ടിന്റെ ഉടമസ്ഥനും ഇതിന്റെ കമ്പനിക്കും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. ഇതിന്റെ ശാസ്ത്രീയപരമായ കാര്യങ്ങളെല്ലാം വീണ്ടും മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. ഈ സമരം എങ്ങനെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ 10-ൽ 3 പേരെടുത്ത് സംസാരിക്കുമ്പോഴും 2 പേര് നമുക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഈ ഒരു പ്രദേശത്തിന്റെ മാത്രം സമരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വാർഡ് ഇത് പരിപൂർണമായി ഏറ്റെടുക്കുന്നില്ല. നമ്മുടെ വാർഡിൽ തന്നെ നിലവിൽ ഒരു ടവർ 1 കിലോമീറ്ററിനകത്ത് തന്നെ വരുന്ന പ്രദേശത്ത് ഇതേ കമ്പനിയുടെ തന്നെ ഒരു ടവർ 6 മാസം മുമ്പ് സ്ഥാപിച്ചു. ഈ കമ്പനിയുടെ തന്നെ ഒരു ടവർ തൊട്ടടുത്ത വാർഡിൽ 22-ാം വാർഡിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ 3 ടവറുകളാണ് ഈ കമ്പനി ഈ കാലയളവിൽ പണിയാൻ പോകുന്നത്. ആക്ഷൻ കൗൺസിൽ കൺവീനർ അനീഷ് സ്വാഗതം പറഞ്ഞു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം KJ പ്രസേനൻ, CPIM ബ്രാഞ്ച് സെക്രട്ടറി KJ സത്യൻ എന്നിവർ പങ്കെടുത്തു. ഈ ടവർ വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ 100 മീറ്റർ അകലിൽ കൂടുതൽ ദൂരം നമ്മൾ പോകണ്ട. 100 മീറ്റർ ദൂരത്തിലുള്ള ആ സ്ഥലത്തെ ആളുകളുടെ എണ്ണവും അവരുടെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പേഷ്യന്റ് ഉണ്ട്, ഡെയിലി ഡയാലിസിസ് നടത്തുന്നവരുണ്ട്, ഹൃദ്രോഗികളുണ്ട്, മറ്റ് കുട്ടികളുണ്ട്. അവരുടെ ഭാവി അതൊക്കെ നമുക്ക് വളരെ ആശങ്കാജനകമാണ്. ഫലവും ഒക്കെ ബോധ്യമുള്ളവരാ. ഇവിടെ ഗേളി ഷൺമുഖൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് മുക്കാലുവട്ടത്ത് സജീവൻ എന്ന് പറയുന്ന ഒരാളിന്റെ വീട്ടിൽ ഈ ടവർ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ ഫലമായി അത് അവിടെ അവസാനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കടവിൽ രാജുവിന്റെ വീട്ടിൽ ഈ ടവർ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിച്ചു. അന്നും അതിന്റെ മുന്നിൽ നിൽക്കുകയും അത് ആ ടവർ സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല, 23-ാം വാർഡിന്റെ അന്നത്തെ 22-ാം വാർഡിന്റെ ഗ്രാമസഭാ രേഖകൾ പരിശോധിച്ചാൽ അധികാരികൾക്ക് ബോധ്യപ്പെടും 23-ാം വാർഡിൽ ഒരു ടെലിഫോൺ ടവർ സ്ഥാപിക്കാൻ പാടില്ല എന്ന് ആ ഗ്രാമസഭയുടെ മിനിറ്റ്സ് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ആ ഗ്രാമസഭ ഒന്നടങ്കം തീരുമാനിച്ചിട്ടുള്ളതാണ്. അന്നത്തെ 22-ാം വാർഡ് മാറിയപ്പോൾ 23-ാം വാർഡായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പിതാവിന്റെ വേർപാടിലും വിജയത്തിന്റെ ഇരട്ടി മധുരവുമായി ഇരട്ട സഹോദരങ്ങൾ. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി അഭിമാനമായിരിക്കുകയാണ് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അമൻ താഹിയും അനൻ താഹിയും. ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് PK താഹിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ തങ്ങളുടെ തിളക്കമാർന്ന വിജയം സമർപ്പിക്കുകയാണ് ഇരുവരും. 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പരീക്ഷ എഴുതിയ പരീക്ഷകളിലെല്ലാം ഒരേ മാർക്ക് വാങ്ങി വിജയിച്ചു. 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചപ്പോഴും ഈ അപൂർവത തുടരുന്നു. തങ്ങളുടെ വിജയത്തിന് എപ്പോഴും ഒപ്പം നടന്നിരുന്ന പ്രിയപ്പെട്ട പിതാവിനെ ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട വേദനകൾക്കിടയിലാണ് SSLC പരീക്ഷയിലെ ഉജ്ജ്വല വിജയവും ഇവരെ തേടിയെത്തിയത്. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക വയ്യാരത്തുപള്ളിയുടെ വടക്കത്തിൽ അമൻ താഹയും അനൻ താഹയുമാണ് ഈ വിജയം സ്വന്തമാക്കിയത്. നിരവധി മത്സരങ്ങളിൽ ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം മത്സരത്തിലായാലും സ്കൂളിൽ നടക്കുന്ന സ്കൂളിന് പുറത്ത് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിലായാലും നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് അനലും അമ്മനും. അതുപോലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാം ആവേശമായിരുന്നു, അഭിമാനമായിരുന്ന പ്രിയപ്പെട്ട താഹയുടെ മക്കളാണ്. താഹയുടെ സാന്നിധ്യത്തിൽ ഈ പ്രസ്ഥാനം താഹയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും. ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും പാർട്ടി ഒപ്പം ഉണ്ടാകും. ഞങ്ങളുടെ കൂടി അഭിമാനവും ആയ ഒരു ദിവസമാണ് പാർട്ടിയുടെ മക്കളുടെ ഈ വിജയം. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ആണ് ഇവർ നേടിയത്. ഈ തിളക്കമാർന്ന വിജയത്തിൽ സന്തോഷിക്കാൻ പിതാവ് ഒപ്പമില്ലെന്ന സങ്കടവും ഇവർക്കുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് പിതാവ് PK താഹയെ ഇവർക്ക് നഷ്ടപ്പെട്ടത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന PK താഹ കഴിഞ്ഞ 29-ന് രാത്രിയാണ് മരിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്ന താഹ സജീവമായി പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി നിലകൊള്ളുമ്പോഴും മക്കളുടെ വിദ്യാഭ്യാസ വിജയത്തിന് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി ഒപ്പം നിന്നെന്ന് മക്കൾ തന്നെ പറയുന്നു. ഏറെ സങ്കടങ്ങൾക്ക് നടുവിലാണെങ്കിലും ഈ തിളക്കമാർന്ന വിജയം ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. CPMന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ഒരുക്കിയിരുന്നു. ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ലോക്കൽ സെക്രട്ടറി പ്രവീൺ മനക്കൽ, ബ്രാഞ്ച് സെക്രട്ടറി മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. തങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമെല്ലാം പ്രിയപ്പെട്ട പിതാവായിരുന്നുവെന്ന് അമനും അനനും പറയുന്നു. തങ്ങളുടെ എല്ലാ വിജയത്തിനും ഒപ്പമുണ്ടായിരുന്ന പിതാവിനെ
ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട വേദനകൾക്കിടയിൽ ലഭിച്ച ഈ വിജയം പിതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണെന്ന് ഇരുവരും പറഞ്ഞു. റഹിനിയാണ് മാതാവ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഒരുമിച്ച് ജനനം, ഒരേ ക്ലാസ്സിൽ പഠനം, ഒടുവിൽ പരീക്ഷാഫലം വന്നപ്പോൾ വിജയത്തിന്റെ നെറുകയിലും മൂവരും ഒരുമിച്ച്. ചവറ കോയിവിള സ്വദേശികളായ 3 സഹോദരങ്ങളാണ് SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഒരുമിച്ച് പിറന്ന മൂവർ സംഘം പഠനത്തിലും പരീക്ഷയിലും വിജയത്തിലും മുന്നേറിയത് ഒരുമയോടെ. 2 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചപ്പോൾ മൂന്നാമനും മികച്ച വിജയം നേടി. കോയിവിള ചേരിയൽക്കടവ് വടക്കൻ്റെയത്ത് സുനിൽ ഗബ്രിയലിന്റെയും സുമയുടെയും മക്കളായ ആന്റണി സുനിൽ, ആൻഡ്രൂ സുനിൽ, ആൾഡി സുനിൽ എന്നിവരാണ് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ളവരാണ്. ഞങ്ങൾ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സ്കൂളിനും ഉന്നത വിജയമായിരുന്നു. ഞങ്ങൾ 3 പേർക്കും നല്ല മാർക്കാണ് ലഭിച്ചത്. അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇതിന് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരെ കഠിനമായിട്ട് പ്രയത്നിച്ച് ഞങ്ങൾ 3 പേരും രാത്രി ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ എനിക്കിതിൽ സംശയമുണ്ട്. ഞാൻ അവരോട് 2 പേരോട് ചോദിച്ചാണ് ഓരോന്നും ക്ലിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ പള്ളിയിൽ പോയി അച്ഛൻ്റെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ടെല്ലാം ചെയ്തു തരും. അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററിലെ സാറ് ഞങ്ങൾക്ക് വേണ്ട എന്തും എപ്പോഴും വീട്ടിൽ വിളിച്ച് മമ്മിയോടെല്ലാം തിരക്കുകയും എല്ലാം ചെയ്യും. മമ്മി കണക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. എല്ലായിടത്തും ട്യൂഷൻ സെൻറ്ററിലായാലും സമയത്തും മമ്മി രാവിലെ എപ്പോഴും ആ സമയത്ത് കൊണ്ടാക്കുകയും വിളിക്കാൻ വരികയും എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട്. തേവലക്കര കോയിവിള സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു പഠനം. ആന്റണി, ആൻഡ്രൂ എന്നിവർ എല്ലാ വിഷയത്തിനും A+ നേടിയപ്പോൾ ഇവർക്കൊപ്പം മികച്ച വിജയവുമായി ആൾഡിയും ഒപ്പം ചേർന്നു. 2010 മെയ് 27-നാണ് മൂവരും ഒറ്റപ്രസവത്തിൽ ജനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ഇടത്തറ മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാമത് SPC സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാമത് SPC സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. പുനലൂർ ASP അപർണ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് ഇൻസ്പെക്ഷൻ നടത്തി. വന്ന് ചോദിക്കാറുണ്ട് നമ്മളെ സ്കൂളിലും SPC തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു പ്രോജക്റ്റാണ് SPC. അതുപോലെ തന്നെ ഓരോ സ്കൂളിലും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ് ആണ് SPC പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ കഴിയാന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും SPC പ്രോജക്റ്റിന്റെ ഭാഗമാണ്. SPC കേഡറ്റുകളാണ്. ഇന്ന് പാസിംഗ് ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ SPCയുടെ ഭാഗമാവുക എന്നുള്ളത്. അപ്പോൾ SPCയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേയും അതിൻ്റെ ശേഷവും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അത് നിങ്ങളെ ഫിസിക്കൽ സ്ട്രെങ്ത്തിലാണെങ്കിലും അതല്ല ഇമോഷണലി, മെൻ്റലി, നിങ്ങൾക്ക് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. ഇതിൽ വന്നതിൻ്റെ ശേഷം നിങ്ങൾ പരേഡും ഡ്രില്ലും മാത്രമല്ല, പകരം നിങ്ങൾ ഒരുപാട് പല തരത്തിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പേരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ നിയമത്തിനെ പറ്റിയും പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന നിങ്ങളിപ്പോൾ ഇനി അടുത്തത് ഹയർ സെക്കൻഡറിയിലേക്ക് പോകും, അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോകും. ഈ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ പാഠങ്ങൾ എന്നും വളരെ വിലപ്പെട്ടതായിരിക്കും. മികച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർ അനൂപ്, ഷിജി എന്നിവരുടെയും CPO ഷമീർ, ലിജി ജോൺ എന്നീ അധ്യാപകരുടെയും നിരന്തര പരിശീലനം നേടിയ 44 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു ഭഗത്, പത്തനാപുരം ബ്ലോക്ക് അംഗം ഷക്കീം, ഇടത്തറ വാർഡംഗം അബിൻ, പത്തനാപുരം SI അനൂപ്, സ്കൂൾ പ്രിൻസിപ്പൽ ആശ, സ്കൂൾ പ്രഥമാധ്യാപിക രചന KR എന്നിവർ കേഡറ്റുകളുടെ ഫ്രണ്ട് സല്യൂട്ട് സ്വീകരിച്ചു. നിലവിൽ പത്തനാപുരം പഞ്ചായത്തിലെ SPC പദ്ധതിയിലുള്ള ഏക വിദ്യാലയമാണ് മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 100ാം വാർഷികാഘോഷത്തിൽ 100% വിജയ നിറവിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ വൻ വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്.
പരീക്ഷ എഴുതിയ 381 കുട്ടികളും വിജയം കൈവരിച്ചു. 100ാം വാർഷികാഘോഷത്തിൽ 100% വിജയത്തിന്റെ നിറവിലാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ. അഭിമാന താരങ്ങളാണ് ഇവരെല്ലാവരും. SSLC പരീക്ഷയിൽ 100% വിജയം, അതിലുപരിയായിട്ട് A+ ലഭിച്ച പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. ഏറെ അഭിമാനം തന്നെയാണ്. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിന്, ആൺകുട്ടികൾ മാത്രമുള്ള ഈ സ്കൂളിൽ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ, നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർക്ക് ഈ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത്. എല്ലാ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും രക്ഷാകർത്താക്കളുടെയും ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ ചുണക്കുട്ടികളായ നമ്മുടെ ആൺകുട്ടികൾ ഈ അഭിമാന നിമിഷത്തിൽ. SSLC പരീക്ഷയിൽ ഉന്നത വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. പരീക്ഷ എഴുതിയ 381 വിദ്യാർത്ഥികളും വിജയിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി അനുമോദിച്ചു. പ്രധാനാധ്യാപിക സൂസൻ വർഗീസ്, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബിനോജ് മാത്യു, മൗണ്ട് താബോർ ദേറ സുപ്പീരിയർ റവറൻ ഷാമുവൽ റംബാൻ, സെക്രട്ടറി റവറൻ ഫിലിപ്പ് മാത്യു, PTA പ്രസിഡന്റ് ഷിബു താന്നിവിള, മാനേജ്മെന്റ് ഗവേണിംഗ് ബോർഡ് അംഗം ഫാദർ സുബിൻ വർഗീസ്, ഫാദർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അഭിമാനിക്കുകയാണ്, അതിയായ സന്തോഷമാണ്. പ്രസിഡന്റ് ഉപരി ഞാനൊരു രക്ഷകർത്താവാണ്. എൻ്റെ മകൻ ഉൾപ്പെടെ ഈ 381 പേര് ഇതിനകത്ത് എൻ്റെ മകൻ ഉൾപ്പെടുന്നുണ്ട്. അതിൽ 100ാം വാർഷികത്തോട് 100 വിജയം നമ്മൾ പത്തനാപുരം സ്കൂളിൽ കിട്ടി. അഭിമാനമാണ്. അതോടൊപ്പം ഇതിനുവേണ്ടി പരിജ്ഞാനം ചെയ്ത നമ്മൾ അധ്യാപകർ, അതായത് പരീക്ഷയിൽ പഠിക്കാൻ അല്പം മോശമായ കുട്ടികളെ പ്രത്യേകിച്ച് ക്ലാസ് കൊടുത്ത് രക്ഷകർത്താക്കളുടെ അനുഭവത്തോടുകൂടി പ്രത്യേകം ക്ലാസ് കൊടുത്ത് അവരെ എത്തി പഠിപ്പിച്ചു. കാരണം പഠിക്കുന്ന കുട്ടികളെ മാത്രമല്ല, പകുതി പഠിക്കുന്ന കുട്ടികൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഠിപ്പിച്ച് ഈ 381 കുട്ടികളെ ജയിപ്പിക്കാനുള്ള അവസരം കൊടുത്ത് രക്ഷകർത്താക്കൾ അവരെയാണ് ആദ്യം നന്ദി പറയേണ്ടത്. PTA എന്നുള്ള എല്ലാ കാര്യത്തിലും 100% വിജയം കരസ്ഥമാക്കുകയും അതേപോലെ തന്നെ 28 A+ കരസ്ഥമാക്കുകയും ചെയ്ത ഞങ്ങളെ പ്രാപ്തരാക്കിയ സർവേശ്വരന് നന്ദി പറയുന്നു. നമ്മുടെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും PTA ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ ഞങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ ചിട്ടയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൻ്റെ ഒരു വിജയമാണ് ഞങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ യുനെസ്കോ ചെയറുകളുടെ റൗണ്ട് ടേബിൾ സമ്മേളനം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അഭിവാജ്യ ഘടകവും ഏറ്റവും വലിയ കരുത്തുമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കാർട്ടിസ് പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുനെസ്കോ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹൈബ്രിഡ് സമ്മേളനത്തിൽ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹ്യ വികസനം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണം ശക്തമാക്കുകയായിരുന്നു ലക്ഷ്യം. അമൃത സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന 3 യുനെസ്കോ ചെയറുകളാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്. ബംഗ്ലാദേശിൽ നിന്നും സൂസൻ വൈസ്, നേപ്പാളിൽ നിന്നും ജാങ്കോ ടു ടോയിറ്റ് ഉൾപ്പെടെയുള്ള യുനെസ്കോയുടെ അന്താരാഷ്ട്ര പ്രതിനിധികൾ സമ്മേളനത്തിനെത്തിയിരുന്നു. അമൃതപുരിയിലെത്തിയ സംഘം സർവകലാശാല ചാൻസലർ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് അമൃത. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കുഴൽക്കിണറിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നത് പരിഭ്രാന്തി പരത്തി. പെരിനാട് 5-ാം കുറ്റിയിലാണ് സംഭവം. പ്രദേശത്തെ പൊതുകിണർ പഞ്ചായത്ത് അധികൃതർ മൂടിയിരുന്നു. ഇതേ സ്ഥലത്ത് സ്ഥാപിച്ച കുഴൽക്കിണർ ശാസ്ത്രീയമായി മൂടാത്തതിനാൽ കിണറിന്റെ ഭാഗം താഴ്ന്ന് കുഴിയായി മാറി. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശവാസികൾക്ക് കുടിവെള്ളം നൽകിയിരുന്ന പൊതുകിണറാണ് പഞ്ചായത്ത് അധികൃതർ മൂടിയത്. കിണർ മൂടിയ സ്ഥലത്തിന് തൊട്ടടുത്ത് പഞ്ചായത്ത് മറ്റൊരു കുഴൽക്കിണർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയമായി മൂടാത്തതിനാൽ കിണറിന്റെ ഭാഗം ക്രമേണ താഴ്ന്ന വലിയ കുഴിയായി മാറി. ഒരു കുഴൽക്കിണർ അതിനോട് ചേർന്ന്, മൂടിപ്പോയ കിണറിനോട് വളരെ ചേർന്നാണ് ഒരു കുഴൽക്കിണർ സ്ഥാപിക്കുന്നത്. ആ കുഴൽക്കിണർ സ്ഥാപിക്കാൻ നടപടി എടുക്കുമ്പോഴും ഗ്രാമസഭയിലോ മറ്റോ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതായിട്ടൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, അതും വളരെ തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും ട്യൂഷനും ഒക്കെ ആയിട്ട് വന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് കുഴൽക്കിണറിന് കുഴിയെടുത്ത് ഒരു വലിയൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മുന്നിൽ ആളിന് കയറാൻ പറ്റാത്ത രീതിയിൽ കുഴിയെടുത്ത് നശിപ്പിച്ച് അവിടെ യഥാർത്ഥത്തിൽ അപകടങ്ങൾ ഈ ബൈക്ക് താഴ്ന്നു പോകുന്നതിലൊക്കെ അവസാനിച്ചത് പൊതുജനത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്ക്, പൊതുജനങ്ങളോടുള്ള തിരസ്കാരത്തിനൊക്കെ ഒരു വലിയ ചൂണ്ടുപലകയാണിത്. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ
എങ്ങനെ ജനത്തെ ബാധിക്കുമെന്നും എങ്ങനെ അപകടം ഉണ്ടാക്കാമെന്നും പലവട്ടം പലരിടത്തും സൂചിപ്പിച്ചിട്ടും ഇതിനകത്ത് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവഴി കടന്നുപോയ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും കുഴിയിൽ വീണു. കിണർ മൂടിയതിന് പിന്നാലെ സമീപത്ത് പ്രവർത്തിച്ചിരുന്ന നിരവധി കടകളിൽ ആളുകൾ കയറാത്ത അവസ്ഥയിലായെന്ന് വ്യാപാരികൾ പറയുന്നു. വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതായതും റോഡ് ഇടിഞ്ഞതുമാണ് കച്ചവടത്തെ ബാധിച്ചത്. ഇപ്പോൾ കുഴി രൂപപ്പെട്ടതോടെ കടകളിലേക്കുള്ള വഴിയും അടഞ്ഞു. മണലും മണ്ണുമിട്ട് മൂടിയതല്ലാതെ കോൺക്രീറ്റ് ചെയ്ത് ആ ഭാഗം ഉറപ്പിച്ചില്ല എന്നും അതുകൊണ്ടാണ് വാഹനം കയറിയപ്പോൾ കിണറിന്റെ ഭാഗം ഇടിഞ്ഞതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നാട് പഞ്ചായത്തിലെ കാലങ്ങളായിട്ട് ഇപ്പൊ എനിക്ക് അറിവിൽ ഒരു 50 വർഷത്തോളമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതുകിണറാണ്. ആ കിണർ നശിച്ചു പോയി. അതുപോലെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചൊക്കെ മൂടിപ്പോയതാണ്. അപ്പോൾ ആ ഒരു കുടിവെള്ള സ്രോതസ് നിലനിർത്തുന്നതിനുള്ള യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തും ജനപ്രതിനിധിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. മൂടിപ്പോയ കിണറിനോട് ചേർന്ന് വളരെ ധൃതിപ്പെട്ട് ഒരു കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള നടപടിയെടുത്തു. അത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ബാധിച്ചു. കച്ചവടങ്ങളില്ലാതായി. ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ജംഗ്ഷനിൽ എല്ലാ രീതിയിലും ജനങ്ങളുടെ നിത്യവൃത്തിയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള നടപടികളുണ്ടായി. പൊതുകിണർ മൂടിപ്പോയി. കുടിവെള്ളത്തിന് ആശ്രയിച്ചുകൊണ്ടിരുന്ന കിണറാണ്. അത് വൃത്തിയാക്കുന്നതിനും പരിപാലിക്കുന്നതിനുള്ള നടപടികളൊന്നും ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പൊതുകിണർ മൂടിയതോടെ വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് പ്രദേശത്തെ വീട്ടമ്മമാരും പറയുന്നു. കുഴൽക്കിണറിലെ വെള്ളം എല്ലാവർക്കും തികയുന്നില്ല. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും പോകുന്ന വഴിയാണെന്നും മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പ്രതിഷേധത്തിനു പിന്നാലെ അടിയന്തരമായി ബാരിക്കേഡ് സ്ഥാപിക്കുമെന്നും കുഴി നികത്താൻ നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആർ.വി. ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ടാങ്കറിൽ നിന്നും ആസിഡ് ചോർന്നു. കുന്നിക്കോടാണ് സംഭവം. വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്ന സമയത്താണ് ആസിഡ് ചോർന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത്. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മലയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.